ഏവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ഈ അടുത്ത ദിവസങ്ങളിലായി ഞാനൊരു വീഡിയോ കാണാനിടയായി. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും വാസ്തവമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശുദ്ധ അസംബന്ധങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അത്രയും സാധാരണ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകളിൽ കമൻറ്റുകളോ പ്രതികരണങ്ങളോ അതിനെ ചൊല്ലിയിട്ട് വേറൊന്നും പറയാറില്ല. ഞാൻ കേട്ട് എൻ്റെ മനസ്സിൽ ഒതുക്കുക എങ്ങനെയാണ്. പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ പറയാതിരിക്കാൻ വയ്യ എന്ന് എനിക്ക് തോന്നി. ശബരിമലയെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യവുമില്ല അതിനകത്ത്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും ഒരു വിവാദം സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ ഒരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അദ്ദേഹം ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരിത് അതിന് മറുപടി പറയേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇങ്ങനെ പുതിയ ജനറേഷൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവരെല്ലാം ഓരോ തെറ്റിദ്ധാരണകളാണ് വച്ചു കൊണ്ടുപോകുന്നത്. ഇങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതൊരു വിവാദങ്ങളോ അല്ലെങ്കിൽ അത് തന്നെ ഒരു ശീലങ്ങളോ അതൊരു ചരിത്രപരമായ കാര്യം ആണെന്ന് പിൽക്കാലത്ത് ജനങ്ങൾ ധരിക്കുകയോ തെറ്റിദ്ധാരണകൾ ഉണ്ടാവുകയോ അന്ധവിശ്വാസങ്ങൾ വരുത്തിയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടോ ഈ വീഡിയോ ഇട്ടോ വ്യക്തിയെ വിമർശിച്ചുകൊണ്ടോ അല്ല ഇത്. അദ്ദേഹത്തിന് പറ്റിയ പാളിച്ചകളെ ഞാനിവിടെ തുറന്ന് കാണിക്കുന്നു എന്നുള്ളൂ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് സന്നിധാനത്ത് ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്ന പ്രസാദ കൂട്ട് സദ്യ വട്ടങ്ങളോട് കൂടിയിട്ട് അങ്ങനെ ആയിരിക്കും എന്ന് ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. അത് വന്നു 2 ദിവസം കഴിഞ്ഞില്ല, അപ്പോഴേക്കും വന്നിരിക്കുന്നു അതിനെ എതിർത്തുകൊണ്ട് ഈ വീഡിയോക്കാരൻ പറയുന്നത് അങ്ങനെ നമ്മൾ സന്നിധാനത്ത് സദ്യ കൊടുക്കുന്നത് ആചാരലംഘനമാണെന്നാണ് പറയുന്നത്. അതൊന്നാമത്തെ തെറ്റ്. അതേപോലെ അദ്ദേഹം പറയാണ്, അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, വളരെ ലളിതമായ ജീവിതമാണ് പാടുള്ളവർക്ക്, അവർക്ക് ആഘോഷങ്ങളോ മറ്റൊന്നും പാടില്ല, ആഹാരത്തിൽ പോലും വളരെ ലളിതമായിട്ട് പാടുള്ളൂ, ശബരിമലയ്ക്ക് മാലയിട്ടേക്കണവർ എല്ലാവരും അയ്യപ്പന്മാരാണ്. അപ്പോൾ ആ ശാസ്താവിന് എന്തൊക്കെ അല്ലെങ്കിൽ അയ്യപ്പന് എന്തൊക്കെ ചെയ്തിരുന്നു, അയ്യപ്പൻ എന്തൊക്കെയാണ് സ്വീകരിച്ചിരുന്നത് അതുപോലെ ഇവർക്ക് പാടുള്ളൂ എന്നാണ് അദ്ദേഹം. എന്നിട്ട് പറയണത് അതൊരു കഞ്ഞി, വളരെ നിസ്സാരമായിട്ടൊരു കഞ്ഞി കൊടുക്കുക, വിശപ്പടക്കാൻ മാത്രം അതേ പാടുള്ളൂ. എന്നിട്ട് സദ്യയെപ്പറ്റി പറയുന്നുണ്ട്, അഥവാ സദ്യ കൊടുക്കണമെങ്കിൽ അവർ കുഴി കഴിഞ്ഞ് മാല ഊരിയിട്ട് വേണം. മാല ഊരിയിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് സാമിശമാണ്. മാല ഊരി കഴിഞ്ഞിട്ട് അവർക്ക് മാല ഊരിയിട്ട് ആരെങ്കിലും സന്നിധാനത്ത് സദ്യയ്ക്ക് പോകും. പിന്നെ അദ്ദേഹം വേറൊന്നും പണ്ട് ഓണത്തിന് അവിടെ സദ്യ, അത് വേറൊരു വിധമായിരുന്നു. എന്ത് വിധം? സദ്യയെല്ലാം ഒരേ ഇതല്ലേ എങ്ങനെയാണ് പറയുന്നത്? അപ്പോൾ ഞാനൊന്ന് പറയുകയാണ്, ഈ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ധർമ്മശാസ്താവ് അന്നദാന പ്രഭുവാണ്. അപ്പോൾ നമ്മൾ ഈ അയ്യപ്പൻ പാട്ടുകളിലൊക്കെ അത് മുഴുനീളം കാണുന്നുണ്ട്. അന്നദാനപ്രഭുവേ എന്നാണ് നമ്മൾ നീട്ടി പറയുന്നത്, ശരണം വിളിക്കുന്നത്, അത് കാണാം. പിന്നെ മറ്റൊന്ന്, മുമ്പൊക്കെ ശബരിമലയ്ക്ക്, ഇന്നിപ്പോൾ ആ യാത്രയില്ല, കെട്ട് നിറച്ച് പോകുമ്പോൾ 4-ാം ദിവസമാണ് അവർ പമ്പയിലെത്തുന്നത്. എരുമേലി ചെന്ന് പേട്ടത്തുള്ളി പമ്പയിൽ ചെന്ന് അവിടെ സദ്യ കഴിച്ചിട്ടാണ് മല ചവിട്ടുന്നത്.
അത് സദ്യ എന്ന് പറഞ്ഞാൽ ചോറും കൂട്ടാനും അല്ല, വിഭവസമൃദ്ധമായ സദ്യ. നമ്മൾ നാട്ടിൽ എന്തൊക്കെ സദ്യക്കുണ്ടോ അതൊക്കെ, കാളനോൽ, എരിശ്ശേരി, വൃതവൻ, അങ്ങനെ എല്ലാ ഐറ്റംസും, പപ്പടം, പഞ്ചസാര, പഴം, അങ്ങനെ പപ്പടം, പഴം, പായസം എന്ന് പറഞ്ഞ് എല്ലാ വിഭവങ്ങളോടുകൂടി സദ്യ ഒരുക്കി കുളി കഴിഞ്ഞ് വന്ന് ആദ്യം നിലവിളക്ക് കൊളുത്തി അതിൻ്റെ മുമ്പിൽ തൂശനയിലയിട്ട് ഈ എല്ലാ വട്ടങ്ങളും ഇലയിൽ വിളമ്പി പൂരാരതിയൊക്കെ കഴിഞ്ഞ് കൈകൂപ്പി നിന്നിട്ട് ശരണം വിളിച്ചതിന് ശേഷമാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. അയ്യപ്പനാണ് ആ വിളമ്പുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മല ചവിട്ടുന്നത്. ഇനി വേറൊന്ന്, ആ കാലങ്ങളിലൊക്കെ നാട്ടിൽ ആരെങ്കിലും ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്ന പല സ്ഥലങ്ങളിലും കെട്ട് നിറച്ച് പോകുമ്പോൾ, പ്രത്യേകിച്ച് കന്യയ്യപ്പന്മാർ പോകുമ്പോൾ ആ നാട്ടിലുള്ള പ്രധാന വ്യക്തികളോ അവരുടെ ബന്ധുക്കളെയോ സ്നേഹിതന്മാരോ നാട്ടുകാരെയോ അയൽവക്കക്കാരോ അതേപോലെ തന്നെ പ്രത്യേകിച്ച് സ്വാമി ശരണങ്ങൾ, അവരെ കുറച്ച് ചുരുങ്ങിയത് പറയും, ഒരു 10 സ്വാമിമാരെങ്കിലും വേണം. അവരെ കൊണ്ടുവന്ന് അവർക്ക് ഈ പറഞ്ഞ എല്ലാ വട്ടവും വെറും കഞ്ഞിയും പയറും അല്ല കൊടുക്കുന്നത്, വിഭവസമൃദ്ധമായ സദ്യ കൊടുത്ത് ഊണ് കഴിഞ്ഞ് എന്നിട്ടാണ് നമ്മൾ കെട്ട് നിറച്ച് മലയോട്ട്, അല്ലെങ്കിൽ കെട്ട് നിറച്ചിട്ട് ആഹാരം കൊടുത്തിട്ടാണ് സന്നിധാനത്തേക്ക് പോകുന്നത്. അവിടെ ചെന്നിട്ടാണ് ഈ പമ്പസദ്യ കഴിക്കുന്നത്. ഈ പമ്പസദ്യ കഴിക്കുമ്പോൾ ഓരോ കുടിലുകളാണെന്ന്, ആ കുടിലിൻ്റെ ഉമ്മർത്തൊക്കെ പപ്പടം, കാച്ചി പപ്പടം ഇങ്ങനെ കുത്തി വയ്ക്കത്തെ, അത് ആ സദ്യയുടെ പ്രൗഢി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അയ്യപ്പന് സദ്യ ഇഷ്ടമാണ്. അത് ശാസ്താംപാട്ടിൽ എടുത്തു പറയുന്നുണ്ട്. പമ്പാ സദ്യയെ പറ്റിയിട്ട് അങ്ങേറ്റം വർണ്ണിക്കുന്നുണ്ട് ശാസ്താംപാട്ടിൽ. പപ്പടം, പഴം, പായസം എന്നും പറഞ്ഞ ആ ഉടുക്കിൻ്റെ താളത്തിനനുസരിച്ച് എല്ലാ വട്ടങ്ങളെയും പറ്റി ശാസ്താംപാട്ടിൽ വർണ്ണിക്കുന്നുണ്ട്, ഇത് പാടുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, ഇന്നും ശബരിമലയ്ക്ക് പോകുമ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിലായാലും നാട്ടിലായാലും ഒരു അന്നദാനം, ഒരു സദ്യ കൊടുക്കുന്ന പതിവുണ്ടത്. അത് ഒരു ഇതാണ്, അയ്യപ്പൻ അന്നദാനപ്രഭുവാണ്, അയ്യപ്പന് ഇഷ്ടപ്പെട്ടതാണ് ഭക്ഷണം. അത് എല്ലാ വട്ടങ്ങളോട് കൂടിയിട്ടാണ് നമ്മളെ മലയാളിയുടെ രീതി അനുസരിച്ചുള്ള വട്ടങ്ങളോട് കൂടിയിട്ട് സദ്യ ഒരുക്കിയിട്ടാണ് നമ്മൾ സന്നിധാനത്തേക്ക് പോകുന്നത്. അങ്ങനെ നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ ഇത് നടക്കുന്നുണ്ട്. അത് വന്ന് വീട്ടിൽ നിന്ന് ഇതെല്ലാം കഴിച്ച് പോയി പമ്പയിൽ സദ്യ കഴിച്ചിട്ടാണ് ശബരിമല ചെന്ന് കഴിഞ്ഞാൽ അവിടെയും കിട്ടുന്നത് നമുക്ക് പായസമൊക്കെയാണ്. അത് ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന അന്നൊക്കെ കാണാനില്ല. ഈ കെട്ടിനകത്ത് ഒരു നാളികേരം, ഒരു ഉണ്ട ശർക്കര, നാഴിയരി, അതാണ് കണക്ക്, ഉണക്കലരി, ഇത് വേറെ വയ്ക്കും. അതവിടെ കൊണ്ട 18 പടിയുടെ താഴെ നമ്മൾ ആ കലവറ കൊടുത്ത് ചീട്ട് വാങ്ങിക്കും. ചീട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചോറ്, പായസം, ഈ ശർക്കര നാളികേരത്തിനൊക്കെ പായസം, മറ്റേ അരിക്ക് ചോറ്, ഇതൊക്കെ തരും. അന്ന് ചെല്ലുന്ന അത് എല്ലാം ഓരോരുത്തരുടെയും കൊണ്ടു ചെല്ലും. എന്നിട്ട് ചെല്ലുന്ന അയ്യപ്പന്മാർ വെച്ച് അന്ന് ഉച്ചയ്ക്ക് അയ്യപ്പൻ അവർ പപ്പടമൊക്കെ കാച്ചി അയ്യപ്പൻ്റെ പ്രസാദം സദ്യയായിട്ടാണ് അവർ കഴിക്കുന്നത്. അപ്പോൾ എല്ലാ വിധത്തിലും നോക്കിയാൽ അയ്യപ്പന് സദ്യ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം നല്ല കാര്യമാണ്. അതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നാടുകളിലൊക്കെ ഇപ്പോൾ പലയിടത്തും ഉണ്ട്. നമ്മൾ പോകുമ്പോൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ അവർക്ക് ആഹാരം കൊടുക്കും. അവിടെ കഞ്ഞിയും ചെറുപയറും അല്ല, അവർ സദ്യ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെന്തിനാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പടച്ചു വിടണമെന്ന് പറയാൻ പറ്റില്ല. ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുകയൊക്കെയാണ്. ഏതായാലും പുതിയ തലമുറ ഒന്നും അതിലേക്ക് ഇതാവരുത്. അയ്യപ്പൻ ശബരിമലയ്ക്ക് പോകുമ്പോൾ പ്രസാദ കൂട്ട് പ്രധാനമാണ്. അമ്പലങ്ങളിലും അതെ, ശാസ്താംപാട്ടുണ്ടെങ്കിൽ അന്നവിടെ അന്നദാനം ഉണ്ടാവും. അതില്ലാണ്ട് ആരും ചെയ്യാറില്ല. അത്രയ്ക്കും മഹത്വമായിട്ടുള്ള കാര്യമാണ്. ഇനി ആചാരലംഘനം എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറയാം, ആഘോഷങ്ങളൊന്നും അയ്യപ്പന് പാടില്ല. നാട്ടിലെ മറ്റുള്ള ക്ഷേത്രങ്ങൾ പോലെയല്ല ശബരിമല. അവിടെ ഒരു പ്രത്യേക രീതിയാണ്. നാട്ടിലുള്ള ക്ഷേത്രങ്ങളിൽ പൂരം, വിളക്ക്, അതേപോലെ തന്നെ കലാപരിപാടികൾ, കല്യാണം ഗുരുവായൂർ നടത്തുന്നുണ്ട്. ശബരിമലയിലെ പ്രത്യേകത അവിടെ ഈ പറഞ്ഞ ഇതുകളൊന്നുമില്ല, ഉത്സവങ്ങളൊന്നുമില്ല. ഈ ആചാര ലംഘനം നടത്തിയത് തന്നെ ജനകീയ സർക്കാരാണ്. 1970 കാലഘട്ടത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് പ്രാക്കുളം വാസി ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നപ്പോൾ, ഇടതുപക്ഷ സർക്കാരായിട്ടോ ഭരിക്കുന്നത്, ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നപ്പോഴാണ് ശബരിമലയിൽ കൊടിമരം ഉത്സവം ഒക്കെ ആരംഭിച്ചത്. അതവരൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ളൊരു
രീതിയിലായിരുന്നു അവരത് ചെയ്തിരുന്നത്. അന്ന് ഇവിടുത്തെ ഹൈന്ദവ ജനതയോ അയ്യപ്പ ഭക്തന്മാർ ശക്തിയില്ല, വളരെ ദുർബലരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രതികരിക്കാനൊന്നും അതുണ്ടായിരുന്നില്ല. അന്നത് നടന്നു. അത് ഇന്നായിരുന്നെങ്കിൽ നടക്കില്ല. ഇതിനൊക്കെ ഒരു രീതിയും ചിട്ടവട്ടങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ ആചാരം അങ്ങനെ വന്നു. പിന്നെ അതിനകത്ത് പാണ്ടിമേളം അത് ഇതൊക്കെ വെച്ച് അയ്യപ്പനെ അതിപുറം എഴുന്നേച്ച് പമ്പയെ കൊണ്ട് ആറാട്ടം, എന്തായാലും ആ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, അത് പാടില്ലായിരുന്നു. ഇനിയിപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തു പോയി. അത് ഞാൻ ഒരിക്കലൊരു വീഡിയോയിൽ പറയണ്ടായി. നമ്മൾ ദൈവികമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ ഒരു ആചാരമായിട്ട് മാറ്റരുത്. ഇപ്പം നമ്മൾ തന്നെ എന്തെങ്കിലും വ്രതങ്ങളോ കാര്യങ്ങളോ എടുത്താൽ നാട്ടിൽ തുടർച്ചയായിട്ട് ചെയ്യില്ല, ഇടയ്ക്കൊരു ബ്രേക്ക് ഇടും. അങ്ങനെ ഇട്ട് പോയി അത് പിന്നെ ഒരു കീഴ്വഴക്കൊരു ആചാരമായിട്ട് മാറും, പിന്നെ നമുക്ക് ബുദ്ധിമുട്ടായി തീരും. അപ്പോൾ അതുകൊണ്ടാണ് അത് നമ്മൾ ഒരു ആചാരമായി വന്നത്. പിന്നെ ഞാൻ അത് മാറ്റാൻ നിവൃത്തില്ല. എന്നാൽ ഓരോ സർക്കാരും മാറി മാറി വരുമ്പോൾ ഇത് അങ്ങോട്ടും പന്ത് തട്ടി കളിക്കും പോലെ കളിക്കുക ചെയ്ത്. ആദ്യം പ്ലാക്കണം ബാസിയായിരുന്നപ്പോൾ ഉത്സവം തുടങ്ങിയത് മീനമാസത്തിൽ ഉത്തരത്തിന് അന്നായിരുന്നു. അതങ്ങനെ പോകുന്നതിന് പിന്നത്തെ സർക്കാർ വന്നപ്പോൾ അതല്ല ശരി, വൃശ്ചികമാസത്തിൽ വേണം, മണ്ഡല കാലത്താണ് അയ്യപ്പനെ പ്രാഥമിക വൃശ്ചികത്തിലേക്ക് വേണം. അതങ്ങനെ പോകുന്ന കുറേ കഴിഞ്ഞപ്പോൾ വൃശ്ചികത്തിലല്ല ശരി, മീനമാസത്തിലേക്ക് മാറ്റണം. പിന്നെ വീണ്ടും പഴയ സാർക്ക് വരുമ്പോൾ അവർ തുടങ്ങി വെച്ചാണല്ലോ മീനമാസത്തിലേക്കായി. അതങ്ങനെ തട്ടിക്കളിക്കണം. 18-ാം പടി വരെ പൊളിക്കണമെന്ന് പറഞ്ഞിരുന്ന ആൾക്കാരാണ് ഇത്. അപ്പോൾ അന്ന് ആരും പ്രതികരിച്ചില്ല, ഇങ്ങനെയുള്ളതിനൊന്നും ആരും പ്രതികരിക്കാനില്ല. ഇങ്ങനെ അത് ഭക്ഷണം ആ ദേവസ്വത്തിനോ അയ്യപ്പ സേവാ സംഘത്തിനോ ഒക്കെ അവരുടെ ശക്തി അനുസരിച്ച് ചെയ്യട്ടെ. അവർക്ക് കഞ്ഞിയെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കട്ടെ. അത് സന്തോഷത്തോടെ അയ്യപ്പന്മാർ സ്വീകരിക്കുന്നു. അവർ ചോറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ചോറ് കൊടുക്കട്ടെ. സദ്യ ആണെങ്കിൽ സദ്യ കൊടുക്കട്ടെ. പായസം കൊണ്ടിട്ട് 2-3 കൂട്ടം പായസം വച്ചിട്ട് കൊടുക്കട്ടെ. അയ്യപ്പൻ്റെ പിറന്നാളിന് ഉത്തരനാളിന് തമിഴ്നാട്ടിലൊരു ഹോട്ടലുകാർ എല്ലാവർക്കും അവിടെ സദ്യ കൊടുത്തിരുന്നു. ഞാനൊക്കെ പോയി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ 18-ാം തൊഴുത് വന്നു കഴിഞ്ഞാൽ അന്ന് ഉത്തരനാളിൽ പപ്പടം പഴം പായസമായിട്ട് എല്ലാ വട്ടങ്ങളും മലയാളികളുടെ രീതി അനുസരിച്ചുള്ള സദ്യ കൊടുത്തിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല, ഉത്തരനാളിന് അയ്യപ്പൻ്റെ പിറന്നാളിനാണെന്ന് അന്ന് കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ അത് പ്രധാനപ്പെട്ട ഓണത്തിന് കൊടുക്കുന്നില്ല. 3 ദിവസത്തേതാണ് ഉത്രാടം, തിരുവോണം, മവിട്ടം. 3 ദിവസവും എല്ലാ വിഭവങ്ങളോട് കൂട്ടിയിട്ടുള്ള സദ്യയാണ്. അപ്പോൾ അതുകൊണ്ട് അയ്യപ്പൻ സദ്യപ്രിയനല്ല, ആഹാരപ്രിയനല്ല, വായുഭക്ഷണമാണ്, വേറൊന്നും പാടില്ല എന്നൊക്കെ പറയുന്നത് വെറും വിഡ്ഢിത്തരമാണ്. ഇതിങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കരുത്. കീഴ്വഴക്കം ഉണ്ടാക്കാനും അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയ്ക്ക് അത് പാടില്ല, തെറ്റാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇതുപോലെ ഒരുപാട് ആചാരലംഘനങ്ങൾ ശബരിമലയിൽ ഇവർ നടത്തിയിട്ടുണ്ട്. അന്ന് 18-ാം പടി പൊളിച്ച് പണിയെന്ന് പറഞ്ഞാൽ അതെന്തോ അപ്പോഴേക്കും ചിലരൊക്കെ എതിർത്തു. അതിനെ നിങ്ങൾ പ്രതികരിക്കുക, ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ട്. അല്ലാണ്ട് അവിടെ അത് കൊടുത്തു ഇത് കൊടുത്തു, പ്രസാദം അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ അതിലല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ദീർഘിക്കുന്നില്ല. ഇങ്ങനെയുള്ള പ്രസ്താവനകൾ പല വിധത്തിലും ഓരോരുത്തരും ഓരോ വീഡിയോ ഇടുമ്പോൾ കാണാം. ആ ദേവസ്വം ബോർഡ് ദേവസ്വം പ്രസിഡൻറ്റ്, പുതിയ പ്രസിഡൻറ്റ് ആ തീരുമാനം നല്ല തീരുമാനം തന്നെയാണ്. അതാവുന്നത്ര മുടങ്ങാണ്ട് പോട്ടെ. പറ്റുന്ന ഭക്തരവിടെ പോയാൽ അതിന് വേണ്ടിയിട്ട് സംഭാവനകൾ കൊടുക്കുക. ഈ അയ്യപ്പന്മാർ കെട്ടുകറച്ച് വരുമ്പോൾ പണ്ടൊക്കെ നാടുകളിൽ സദ്യ കഴിച്ചിട്ടാണ് വന്നെ. ഇന്നിപ്പോൾ അതിന് സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്ന് അയ്യപ്പൻ്റെ മുൻപിൽ സന്നിധാനത്ത് അവരെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ആ വിഭവസമർത്ഥമായ അതൊക്കെയാണ് ശബരിമലയുടെ ആചാരങ്ങൾ. വിഭവസമർത്ഥമായ സദ്യ കഴിച്ച് അയ്യപ്പനെ സ്തുതിച്ച് പോകട്ടെ. അതാണ് ഏറ്റവും നല്ലൊരു രീതി. ഇത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിന്ന് വീഡിയോ ഇട്ടെ. ഇതാരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടോ ഒന്നും അല്ലാട്ടോ. ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്തേ.